സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. സങ്കീർത്തനം 107-29 വാക്യം. സങ്കീർത്തനം 107 സങ്കീർത്തക്കാരൻ പ്രത്യേക വാഗ്ദാനം ചെയ്യുകയും പ്രയാസകരമായ സമയങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റ് നടുവിലായിരുന്നു ചിലരെ അദ്ദേഹം കൂടി വിവരിക്കുന്നു. അവർ ബുദ്ധി പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ജീവിതം കൊടുങ്കാറ്റായി തോന്നുമ്പോൾ തൻ്റെ മക്കൾ ചിലപ്പോൾ പ്രത്യാശ നയിക്കാൻ പാടുപെടും എന്ന് ദൈവത്തിന് അറിയാം. ചക്രവാളം വീണ്ടതും കാണുമ്പോൾ അവൻ്റെ വിശ്വസ്തതയുടെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലെ ഗണ്യമായ തടസ്സങ്ങളായാലും വൈകാരിക പ്രശ്നങ്ങളായാലും മാനസിക പിരിമുറുക്കങ്ങളായാലും ദൈവത്തിന് എപ്പോഴും നമ്മുടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി നാം ആഗ്രഹിച്ച തുറമുഖത്തെത്തിപ്പാൻ കഴിയും. നമുക്കിഷ്ടമുള്ള രീതിയിലോ സമയത്തിലോ നമുക്ക് ആശ്വാസം അനുഭവപ്പെട്ടെങ്കിലും വചനത്തിൽ അവൻ നൽകിയ വാഗ്ദാനങ്ങൾ അവൻ പാലിക്കുമെന്ന് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. അവൻ്റെ ശാശ്വതമായ പ്രത്യാശ ഏത് കൊടുങ്കാറ്റിനെയും മറികടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷ അനുഭവിക്കാൻ പ്രയാസപ്പെട്ടത്? നിങ്ങൾക്ക് പ്രത്യാശ ആവശ്യമുള്ളപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ ദൈവത്തിലൂടെ അവൻ്റെ ആളുകളിലൂടെയും തൻ്റെ വാഗ്ദാനങ്ങൾ ഓർമ്മപ്പെടുത്തൽ നൽകിയത്? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് പ്രത്യാശ നൽകുന്നതിനായി നന്ദി. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.